ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയുന്ന സ്റ്റോറി ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ റിലീസായിട്ടുള്ള നാഗേന്ദ്രൻസ് ഹണിമൂൺ എന്ന വെബ് സീരീസിനെ പറ്റിയാണ്. അപ്പം നാഗേന്ദ്രൻ എന്ന മേജർ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സുരാജ് വെഞ്ഞാറമ്മൂടാണ്. അപ്പോൾ സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ ലൈഫിലെ സംഭവങ്ങളാണ് ഈ ഒരു സീരീസിലുള്ളത്. 6 എപ്പിസോഡാണ് ഇതിനുള്ളത്. അപ്പോൾ ഓരോ എപ്പിസോഡും ഓരോ സ്ത്രീകളുടെ പേരിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത് തന്നെ ജാനകി എന്നൊരു ക്യാരക്ടറിൻ്റെ പേരിലാണ് തുടങ്ങുന്നത്. ഇത് ഒരു 1978 കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാണിക്കുന്നത് അതായത് നമ്മുടെ നാഗേന്ദ്രൻ്റെ സുഹൃത്ത് സോമനും കൂടി ആരെയോ പേടിച്ച് ഓടി വരികയാണ്. അപ്പോൾ നാഗേന്ദ്രൻ സോമനോട് പറയാണ്, എനിക്കിനിയും പറ്റില്ല, ഞാൻ കുറേ തെറ്റുകൾ ചെയ്തു, ഇപ്പം ഞാൻ ആ തെറ്റുകളുടെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടെ ചാടിച്ചാൻ പോവാന്ന് പറയണം. അപ്പോൾ സോമൻ പറയാണ്, നമ്മൾ ഇതിനു വേണ്ടിയാണ് ഇത്രയൊക്കെ ചെയ്തത്, നിനക്ക് അക്കരയ്ക്ക് പോകണ്ടേ, എനിക്കും രക്ഷപ്പെടണം, അതുകൊണ്ട് നീ ഞാൻ പറയുന്നതെന്ന് കേൾക്കുക എന്ന് പറഞ്ഞ് ആണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ കാണിക്കുന്നത്. പിന്നെയാണ് നമ്മുടെ സ്റ്റോറിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യം കാണിക്കുന്നത് രാവിലെ ഒരു അമ്മ എഴുന്നേറ്റ് എല്ലാം കുളിച്ച് വിളക്കൊക്കെ കൊളുത്തി ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ച് ജോലിക്ക് പോകുന്നതാണ്. പിന്നെ കാണിക്കുന്നത് ആ വീട്ടിൽ ആ അമ്മയുടെ മകനായിട്ടാണ് ഈ നാഗേന്ദ്രനെ കാണിക്കുന്നത്. അപ്പം നാഗേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ജോലിക്കൊന്നും പോകാതെ അമ്മ കൊണ്ടുവരുന്നതൊക്കെ കഴിച്ച് ഉറങ്ങി അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് നാഗേന്ദ്രൻ കുളിയൊക്കെ കഴിഞ്ഞ് അമ്മ വെച്ചിരിക്കുന്ന വഞ്ചിക്കുറ്റിയിൽ നിന്ന് പൈസയൊക്കെ എടുത്ത് ഒരു ചായക്കടയിലേക്ക് സൈക്കിൾ ഓടി ചെല്ലുകയാണ്. എന്നിട്ട് ചായക്കട ചെന്നിട്ട് 3 മുട്ട കൊടുത്തതിന് ശേഷം അവിടുന്ന് ആ 3 മുട്ടയ്ക്ക് പറ്റിയ ദോശയും കറിയൊക്കെ വാങ്ങിച്ച് കഴിച്ച് അവിടെ തന്നെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോഴായിരിക്കും അയാളുടെ ഒരു കൂട്ടുകാരനുണ്ട് സോമൻ, അയാളൊരു നാടക കളിക്കാരനാണ്. അയാൾ പാലുമായിട്ട് ആ ചായക്കടയിലേക്ക് വരികയും അയാളുടെ ഈ നാഗേന്ദ്രനുള്ള ഉറ്റ സുഹൃത്താണ് ഈ സോമൻ എന്ന് പറയുന്നത്. അങ്ങനെ സോമൻ നാഗേന്ദ്രനെ വിളിച്ചുകൊണ്ട് പോവാണ്. എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ ഈ സോമൻ ചെറിയൊരു ബ്രോക്കറോടാണ്, കല്യാണ ബ്രോക്കർ, അങ്ങനെ എല്ലാ പരിപാടിയുണ്ട്. അപ്പോൾ ഏതോ ഒരു വീട്ടിൽ ഏതോ പെണ്ണ് കാണലിന് ആരോ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നാൽ നല്ല ചിക്കനും കൂട്ടി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഈ നാഗേന്ദ്രനെ വിളിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് ഒരു പെൺകുട്ടി നടന്നു വരുന്നുണ്ട്. അവളുടെ പേരാണ് ജാനകി. അത് ഈ നാഗേന്ദ്രൻ്റെ മുറപ്പെണ്ണാണ്. അപ്പോൾ സോമൻ പറയുന്നുണ്ട്, ഇതേ ജാനകി വരുന്നു. അപ്പോൾ സുരാജിന്, അതായത് നാഗേന്ദ്രന് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഈ പെൺകുട്ടി വന്ന് ഇവരോട് സംസാരിക്കുകയാണ്. എന്നിട്ട് അമ്മായിയെ പറ്റിയൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, അച്ഛൻ തിരക്കുന്നുണ്ട്, എന്നാണ് നമ്മുടെ കല്യാണം നടത്തേണ്ടതെന്ന്. അപ്പോൾ നാഗേന്ദ്രൻ പറയാണ്, കല്യാണം നീ ഒന്ന് പൊടി പെണ്ണേ, എനിക്കാണെങ്കിൽ ബാധ്യതകളൊന്നും എടുത്ത് തലയിൽ വെക്കാൻ ഉദ്ദേശമൊന്നുമില്ല, നീ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കുന്നെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. സോമൻ ഇത് കേട്ടിട്ട് നാഗേന്ദ്രനോട് പറയുന്നുണ്ട്, നീ എന്തിനാ വെറുതെ അവളെ വിഷമിപ്പിക്കാൻ പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ നാഗേന്ദ്രൻ പറയാണ്, നീ വെറുതെ വേറെ കാര്യം നോക്ക്, പോകാൻ പറയാണ്. പിന്നീട് കാണിക്കുന്ന രാത്രി സമയമാണ്. ഇവർ രണ്ടുപേരും കൂടെ കള്ള് ഷാപ്പിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച്, അതായത് നാഗേന്ദ്രൻ അങ്ങനെ മദ്യപിക്കുന്ന വ്യക്തിയായിട്ടല്ല കാണിക്കുന്നത്. ഈ സോമൻ പക്ഷേ മദ്യപിക്കും. നാഗേന്ദ്രന് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ഈ സോമൻ്റെ കൂടെ പോകുന്നത്. പിന്നെ സോമന് ചെറിയ സെറ്റപ്പൊക്കെ ആ നാട്ടിലുണ്ട്. അപ്പോൾ അതിന് കൂട്ടായിട്ടും നാഗേന്ദ്രൻ പോവും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെങ്ങാണ്ട് താമസിച്ചെത്തി പിറ്റേന്ന് രാവിലെ അമ്മ എഴുന്നേറ്റ് വരുമ്പോൾ പുറത്ത് കിടന്ന് ഉറങ്ങുന്നതാണ് കാണുന്നത്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, ഇന്നലെ ജാനകിയോട് നീ എന്താ പറയുന്നത്? ആ കൊച്ച് കരഞ്ഞോണ്ട് ഇവിടെ ഓടി വന്നു, നിനക്കെന്താ അവളെ കല്യാണം കഴിച്ചാൽ നിനക്കൊരു കുടുംബമായിട്ടൊക്കെ ജീവിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നാഗേന്ദ്രൻ പറയാണ്, എനിക്ക് അങ്ങനെ ബാധ്യതകളൊന്നും എടുത്ത് തലയിൽ വെക്കാൻ താല്പര്യമില്ല, നിങ്ങൾ വേറെ പണി നോക്ക് തള്ളേന്ന് പറഞ്ഞ് അമ്മയോട് വഴക്കുണ്ടാക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വീണ്ടും സോമനൊരു നാടകമൊക്കെ കഴിഞ്ഞ് ചായക്കടയിലേക്ക് നാടക സമിതിയിലുള്ളവരെയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നാഗേന്ദ്രനോടുണ്ടാവും. അപ്പോൾ സോമൻ നാഗേന്ദ്രനോട് പറയുന്നുണ്ട്, എടാ നമ്മുടെ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, 8 വർഷം കഴിഞ്ഞാണ് വന്നിരിക്കുന്നത്, അവൻ എനിക്ക് ഒരു സിഗരറ്റ് തന്നു, ഒരു പാക്കറ്റ് എന്നൊക്കെ പറഞ്ഞു, വൈകിട്ട് നമ്മളെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്, നിന്നെയും തിരക്കിയെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ രാത്രിയിൽ പൗലോസിൻ്റെ വീട്ടിൽ ചെല്ലുകയാണ്. അപ്പോൾ പൗലോസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പിഷാരടിയാണ്. അപ്പോൾ പിഷാരടി പറയുന്നുണ്ട്, ഞാൻ ഇത്രയും നാൾ ഗൾഫിൽ കിടന്നാൽ എന്താ, എൻ്റെ പെങ്ങന്മാരെ എല്ലാം നല്ല രീതിയിൽ കല്യാണം കഴിച്ചു വിട്ടു, ഇനിയും എൻ്റെ അമ്മയ്ക്ക് 2 ജോലിക്കാരുണ്ട് വീട്ടിൽ, അങ്ങനെ എല്ലാം കൊണ്ട് സെറ്റായിരുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നാഗേന്ദ്രന് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നുകയാണ്. എന്നിട്ട് പൗലോസ് സോമനോട് പറയാണ്, ഇനി എനിക്കും ഒരു കല്യാണം കഴിക്കണം,
അപ്പോൾ പെൺകുട്ടി എന്ന് പറയുന്നത് ആ നാട്ടിലെ ഒരു പ്രമാണിയുടെ മകളുടെ പേരാണ് പറയുന്നത്. അപ്പോൾ ചോദിക്കും അയാളൊക്കെ കെട്ടിച്ചു തരുമോ എന്ന് നാഗേന്ദ്രൻ ചോദിക്കുമ്പോൾ സോമൻ പറയും ഇപ്പം ഈ നാട്ടിൽ പൗലോസിനേക്കാൾ യോഗ്യനായിട്ടുള്ള ഏത് ചെറുപ്പക്കാരനാണ് ഉള്ളത്, അതൊക്കെ ഞാൻ സെറ്റാക്കി തരാം എന്ന് പൗലോസിനോട് പറയണം. അപ്പോൾ പിന്നെ കാണിക്കുന്നത് ഈ പൗലോസ്, നമ്മൾ ആദ്യം പറഞ്ഞ സോമനൊരു സെറ്റപ്പ് ആ നാട്ടിലുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരുടെ വീട്ടിലേക്ക് പൗലോസും പോവാണ്. അപ്പോൾ ആ സമയത്തും കൂട്ടിന് പോകുന്നത് നാഗേന്ദ്രനായിരിക്കും. അപ്പം ആ സ്ത്രീ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അവരുടെ പക്ഷേ ഒരു തമിഴൻ ഒരാൾ അയാൾ ഇവളോട് പറഞ്ഞിട്ടുണ്ട് നീ മറ്റു പുരുഷന്മാരോടൊപ്പം താമസിക്കാൻ പാടില്ലെന്ന്. പക്ഷെ ഇവൾ അത് കേൾക്കാതാണ് മറ്റ് ആണുങ്ങളെയൊക്കെ വീട്ടിൽ കയറ്റുന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ പൗലോസ് ആ സ്ത്രീയുടെ വീട്ടിലുള്ള സമയത്ത് ഈ ചെട്ടിയാരെന്ന് പറയുന്ന ആള് വരും. അപ്പോൾ ഇത് ആര് കാണുന്നുണ്ട്? നമ്മുടെ നാഗേന്ദ്രൻ കാണുന്നുണ്ട്. നാഗേന്ദ്രന് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഈ ചെട്ടിയാറുടെ കൂടെയുള്ള സഹായിക്കുന്ന ഇവരുടെ കതവെ കൊട്ടുന്ന സമയത്ത് പുറത്തൊരു ചെരുപ്പ് കിടക്കുന്ന കാണുകയും വന്ന് ചെട്ടിയാരോട് പറയുകയും ചെയ്യും. അപ്പൊ ചെട്ടിയാര് ദേഷ്യപ്പെട്ട് അവളെ പോയി വിളിച്ചോണ്ട് വാ, ആരാവനെന്ന് വെച്ചാൽ അവനെയും വിളിച്ചോണ്ട് വരാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ പൗലോസ് ശരിക്കും പെട്ടുപോയിരിക്കുകയാണ്. ആ സ്ത്രീ പൗലോസിനെ പുറയിലത്തെ വാതിലൂടെ പുറത്തു വിടാൻ നോക്കുമ്പോഴേക്കും ഈ ചെട്ടിയാര് ഫ്രണ്ട് വാതിലിലും ചെട്ടിയാരുടെ സഹായി ബാക്ക് വാതിലിലും വന്ന് നിൽക്കുകയായിരിക്കും. അങ്ങനെ പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് നാഗേന്ദ്രന്റെ കയ്യിൽ ഒരു കുപ്പി ഉണ്ടായിരുന്നു, മദ്യക്കുപ്പി. ആ കുപ്പി കൊണ്ട് ചെട്ടിയാറ കാറിലെറിയാണ്. പെട്ടെന്ന് ചെട്ടിയാരും ചെട്ടിയാറുടെ സഹായിയും ആ വ്യക്തി അവിടെ കൂടെ ഓടിപ്പോയെന്ന് കരുതി അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് നാഗേന്ദ്രൻ ഓടി വന്ന് അവിടെ പൗലോസിനെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവാണ്. അപ്പൊ പൗലോസിന് ഭയങ്കര സന്തോഷമാണ്, കാരണം അവന്റെ മാനം നഷ്ടപ്പെടാതെ നാഗേന്ദ്രൻ അവനെ രക്ഷിച്ചല്ലോ. അപ്പൊ പറയാണ് നീ എന്റെയും എന്റെ ജീവിതമാണ് രക്ഷിച്ചത്, അതുകൊണ്ട് നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ നാഗേന്ദ്രൻ പറയാണ് എനിക്ക് അക്കരയ്ക്ക് പോകണം, പേർഷ്യക്ക് പോകണമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും പൗലോസ് അത് സമ്മതിക്കാണ്. അപ്പോൾ ഞാൻ നിന്നെ പേർഷ്യയെ കൊണ്ടുപോകാന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പൗലോസിന്റെ കല്യാണം നടക്കുകയാണ്. ആ നാട്ടിലെ പ്രമാണിയുടെ മകളുമായിട്ട് കല്യാണം നടക്കുകയാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞ രാത്രിയിലും ഇവർ 3 പേരും കൂടെ നാഗേന്ദ്രനും സോമനും പൗലോസും കൂടി ഇരിക്കുന്ന സമയത്ത് പൗലോസ് പറയുന്നുണ്ട് ഞാൻ ഇനിയും ഗൾഫിൽ പോകുന്നില്ല, ഇവിടെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങണം, അതിനുവേണ്ടി ഈ കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ അച്ഛൻ്റെ കയ്യിൽ കുറച്ച് കാശൊക്കെ ഉണ്ട്, സ്ത്രീധനമായിട്ട് നാളെ കുറച്ച് പൈസ കൊണ്ടുവരും, അതൊക്കെ വാങ്ങിച്ച് ഞാൻ ഇനി ഇവിടെ അങ്ങ് സെറ്റിൽ ആവാൻ പോവാന്ന് പറയും. എന്നിട്ട് നാഗേന്ദ്രനോട് പറയും നിനക്ക് പേർഷ്യക്ക് പോകണ്ടേ, നീ അതിനുവേണ്ടി റെഡി ആയിക്കോ, പക്ഷെ ഒരു 16,000 രൂപ നമ്മൾ വിസയ്ക്ക് വേണ്ടി കൊടുക്കണം, ടിക്കറ്റൊക്കെ അവിടെ നിന്ന് അയച്ചു തരും, അത് ഒപ്പിക്കാൻ നോക്കാന്ന് പറയാണ്. അപ്പം നാഗേന്ദ്രൻ സോമനെ നോക്കുകയാണ്. അപ്പൊ സോമൻ പറയാണ് നീ വിഷമിക്കേണ്ട, അതൊക്കെ നമുക്ക് ഒപ്പിക്കാമെന്ന് പറയാണ്. ഇവിടെ തൊട്ടാണ് നമ്മുടെ കഥയുടെ ഗതി മാറുന്നത്. അപ്പോൾ ഇവർക്ക് ഈ പൈസ ഒപ്പിക്കണമല്ലോ. അപ്പോൾ ഈ സോമനാണ് ഈ നാഗേന്ദ്രന് ഓരോ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പറയാണ് നീ നിന്റെ മുറപ്പെണ്ണ് ജാനകിയില്ലേ, അവളെ വിവാഹം കഴിക്കുക. ഇപ്പം കണ്ടില്ലേ പൗലോസ് കല്യാണം കഴിച്ചപ്പോൾ അവന് സ്ത്രീധനം വാങ്ങിച്ച് അവൻ ഇവിടെ സെറ്റിലാവാൻ പോകുന്നത്, അതുപോലെ നിനക്കും അത്രയൊന്നും കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ലല്ലോ, അതുകൊണ്ട് നീ അവളെ വിവാഹം കഴിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന സ്ത്രീധനം എന്തുണ്ടോ, പിന്നെ കുറച്ച് സ്വർണ്ണമൊക്കെ കാണുമല്ലോ, അതെല്ലാം കൂടെ വിറ്റ് നമുക്ക് കാശൊപ്പിക്കാമെന്ന് പറയണം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നാഗേന്ദ്രൻ ജാനകിയെ വിവാഹം കഴിക്കുകയാണ്. വിവാഹം കഴിച്ച് പിറ്റേന്ന് തൊട്ടും അമ്മയോട് വഴക്കുണ്ടാക്കുകയാണ്. എന്തിയെ സ്ത്രീധനം കൊണ്ടുവരാമെന്ന് പറഞ്ഞത് ഇല്ലല്ലോ, എവിടെ എന്തേന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ പറയാണ് നിനക്ക് നാണമില്ലേ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിൻ്റെ സ്ത്രീധനം ചോദിക്കാൻ, നീ അധ്വാനിച്ച് അവളെ പോറ്റുക വേണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നാഗേന്ദ്രന് ദേഷ്യം വരികയാണ്. നാഗേന്ദ്രൻ അങ്ങനെ സോമനെ കാണാൻ ചെന്നിട്ട് പറയാണ് നമുക്ക് ചതി പറ്റിയെന്നാണ് തോന്നുന്നത്, സ്ത്രീധനം ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ സോമൻ പറയാണ് എന്നാൽ നമുക്ക് വേറൊരു വഴി എങ്ങനെയും ഒപ്പിക്കാമെന്ന് പറയാണ്. അങ്ങനെ നാഗേന്ദ്രൻ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും അമ്മയും ജാനകിയും തമ്മിലുള്ള സംസാരം കേൾക്കുകയാണ്. അപ്പോൾ ജാനകി പറയാണ് അമ്മായി ചേട്ടനോട് പറഞ്ഞില്ലേ എൻ്റെ അച്ഛൻ്റെ കയ്യിലൊന്നുമില്ലെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് അവൻ കല്യാണം കഴിക്കത്തില്ലെന്ന് എനിക്കറിയാം, മോള് വേണം ഇനി അവനെ ശരിയാക്കി എടുക്കാൻ, പെണ്ണിന് എന്തും സാധിക്കും എന്നൊക്കെ പറഞ്ഞ് ജാനകി ഉപദേശിക്കുകയാണ്. അപ്പോൾ ഇതാര് കേൾക്കുന്നു? നമ്മുടെ നാഗേന്ദ്രൻ ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പം നാഗേന്ദ്രൻ ഇത് എന്ന് വീണ്ടും സോമനോട് പറയാണ്. അപ്പോൾ സോമൻ പറയാണ് അപ്പോൾ ചതി വന്നത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ അല്ലേ, നീ പേടിക്കേണ്ട, നമുക്കിതിന് വഴിയുണ്ടാക്കാവുന്ന. ആ സമയത്ത് സോമനെ കാണാൻ വേറൊരു ബ്രോക്കർ വരുന്നുണ്ട്. അപ്പോൾ ആ ബ്രോക്കറിന് ഏതോ ഒരു വീട്ടിലേക്ക് ഒരു ചെറുക്കനെ കൊണ്ട് ചെന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് സോമൻ്റെ സഹായം അഭ്യർത്ഥിച്ചാണ് വന്നത്. അപ്പോൾ സോമൻ ശരിയാക്കാമെന്ന് പറഞ്ഞ് അയാളെയും പറഞ്ഞു വിടുന്നുണ്ട്.
ആ സമയത്തായിരിക്കും നാഗേന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ സോമൻ നാഗേന്ദ്രനോട് പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, നമുക്ക് ഈ നാട് വിട്ട് ഒരിടം വരെ പോകാം, ആരും അറിയണ്ട, ഇന്ന് രാത്രിയിലേക്ക് തയ്യാറായിക്കോളാൻ പറയാം, വീട്ടിൽ അമ്മയും ജാനകിയും ഒന്നും അറിയാൻ പാടില്ലെന്ന് പറയാണ്. അങ്ങനെ അന്ന് രാത്രിയിൽ ആരും അറിയാതെ സോമനും നമ്മുടെ നാഗേന്ദ്രനും കൂടെ ആ നാട്ടിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഈ ആദ്യത്തെ കാണിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി എന്ന സ്ഥലമാണ്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഫസ്റ്റ് പാർട്ട് അവസാനിക്കുകയാണ്. ഇനി അടുത്തത് സെക്കൻഡ് സീരീസ് നമ്മുടെ പാർട്ട് 2 ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്